മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സ് 14. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഈശോ പറഞ്ഞ വാക്കുകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാണ്. ഒരിക്കലൊരു അപ്പനും മകനും അതും ഇതുമൊക്കെ പറഞ്ഞു, വഴക്കായി. രാത്രിയിൽ ഈ മകൻ എന്നെ കാണുവാൻ വരികയും അപ്പൊ അവന്റെ വിഷമങ്ങളെല്ലാം അവൻ പറഞ്ഞു, ഇറങ്ങി പോടാ ഇവിടെ നിന്ന്. അപ്പം പറഞ്ഞു, എന്നെ അപ്പന് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ആ വീട് വിട്ടു പോകുന്നു. വേദനകളെല്ലാം കേട്ടതിനു ശേഷം അപ്പൻ എങ്ങനെ അരിച്ചു വന്നപ്പോ പറഞ്ഞതായിരിക്കും, അപ്പൻ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവാം, നീ തിരിച്ചു പോകണം എന്ന ദിവസം പറഞ്ഞു, അച്ഛൻ വരുവാണെങ്കിൽ ഞാൻ പോകാം. ആ രാത്രിയിൽ ആ കുടുംബത്തിന് രക്ഷയുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് അവന്റെ കൂടെ യാത്രയായി. ആ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചതിൽ ദുഃഖിച്ച് അപ്പൻ നിൽക്കുകയായി. ഇവർ തമ്മിൽ മാപ്പപേക്ഷിച്ചു, സൗഹൃദമായി, സന്തോഷമായി. പുള്ളി അപ്പൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിലെ ഈ വലിയ പ്രശ്നം അത് വളരെ ലളിതമാക്കി പരിഹരിക്കുവാൻ അച്ഛൻ പ്രത്യേകം മനസ്സ് കാണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ. എന്നാൽ അച്ഛൻ എന്ന നിലയിൽ പറഞ്ഞു, ശരിയാണ്, എങ്കിലും ദൈവം ഇടപെട്ടതാണ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഒരിക്കലും അകറിപ്പോകാൻ പാടില്ല. ഇതൊരു പാഠമായിട്ടെടുക്കുക. രണ്ടുപേരും പരസ്പരം രമ്യപ്പെട്ട് സന്തോഷമായ കുടുംബജീവിതം നയിച്ചു. അതുപോലെ ഈശോ പറയാണ്, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി നിങ്ങളും പരസ്പരം കഴുകണം. അതാണൊരു കുടുംബത്തെ രക്ഷിക്കുന്നത്, അതാണൊരു ഇടവകയെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.